ഗൈസ്, വെൽക്കം ടു പൂജ കൃഷ്ണാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവർ രാത്രി കോഴികളാണോ, രാത്രി മാത്രമാണോ ഇറങ്ങി നടക്കുന്നതെന്ന്. നമ്മൾക്ക് അതായത് നിങ്ങൾ മലേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചാനലോ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതായത് അത് ഇത് മറ്റേ ടവർ ഈ ടവർ അങ്ങനെ. പക്ഷെ നമ്മൾ എന്താണ് മലേഷ്യയുടെ അകത്തുള്ളത് എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്ലോർ അല്ലേടാ. മടി പിടിച്ചിട്ട് പോകാൻ നമ്മൾ ഇപ്പോൾ മലേഷ്യയിൽ മെട്രോ വഴി ട്വിൻ ടവേഴ്സിൽ പോവുകയാണ്. ഓക്കെ, ആക്ച്വലി നടക്കുകയാണ്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ 35 മിനിറ്റ്സ് ഉണ്ട് ഇവിടെ നടക്കാൻ ട്വിൻ ടവേഴ്സിലേക്ക്. പക്ഷേ മെട്രോ ആണെങ്കിൽ തൊട്ടടുത്താണ്. റൺകാസ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെട്രോ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ നമ്മൾ മെട്രോയിൽ നിന്ന് പോകാൻ വിചാരിച്ചു. അല്ലല്ല, മെട്രോയിൽ ഇറങ്ങാൻ അവിടെ സ്റ്റോപ്പ് ഉണ്ട്. ഇവൻ വന്ന് സുജിത്ത് വന്നാൽ തന്നെ പറഞ്ഞ ട്വിൻ ടവർ കാണാൻ എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഇതില്ല. പക്ഷേ ട്വിൻ ടവറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ മലേഷ്യയിലതാവില്ലേ. ആസ് യൂഷ്വൽ നമ്മളതായിരിക്കും ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, പോവുക, അങ്ങനെ ആയിരിക്കണം. അയ്യോ, കുറേ സ്റ്റെപ്പ് കയറാറുണ്ട്, കുറച്ച് നടക്കാം. ടിക്കറ്റ് നമ്മൾ ഇതും ഇവിടെ നിന്ന് എടുക്കണം തോന്നുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് പാസ് ഇല്ലല്ലോ. പാസ്സും നമ്മൾ ഫോറിനേഴ്സ് അല്ലേ. ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട് ഓൺലൈൻ. ഓക്കെ. സോ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മെട്രോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാവും. കോയിൻസ് ആൻഡ് നോട്ട്സ് ഓൺലി. കാർഡ് ഇവിടെ എടുക്കുന്നുണ്ടാവില്ല. സോ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ല, ഒരുത്തൻ റൂമിൻ്റെ കാർഡ് എടുത്തിട്ട് അവിടെ കൊടുക്കുക. ഓണായില്ലേ? അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അത്ര പണിയൊന്നും എടുക്കണ്ട. അപ്പോൾ അങ്ങനെ എടുക്കാം. നമ്മുടെ കൊച്ചിയിലുണ്ട് കേട്ടോ അങ്ങനെ ഒരു സംഭവം. വേണമെങ്കിൽ അങ്ങനെ ടിക്കറ്റ് എടുക്കാവുന്നവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതേ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. നമ്മൾ ബാംഗ്ലൂർ ഫസ്റ്റ് ഉണ്ടായിരുന്ന പോലെ കോയിൻസ് ആണ്. ബാംഗ്ലൂർ ഇപ്പോഴും കോയിൻ ആണോ എന്ന് എനിക്കറിയില്ല. താങ്ക് യു. നമുക്ക് കിട്ടിയിട്ടാ റാപ്പിഡ് KL, അതായത് റാപ്പിഡ് കോലംബൂർ കണ്ടത് ഞാൻ കൂടി ഇതത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനം ഇത് ഇങ്ങനെ വെക്കാം. അപ്പോൾ തുറക്കും, നമ്മളിങ്ങനെ എടുക്കാം, തിരിച്ചു തരാം. അതായത് മെട്രോ ആക്ച്വലി ഒരു ചീപ്പാണല്ലേ, 6 ringgits. അപ്പോൾ ചീപ്പാണ് അല്ലേ. ഓക്കെ, ഇത് കേലോട് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ്. ഇതും എക്സിറ്റ് ആണ്. എങ്ങോട്ടെ പോവണ്ടേ? കണ്ടാ, ഇതൊക്കെ ദുബായിലുണ്ടാവാറുണ്ട്. ദുബായിൽ നമുക്ക് എത്തിസലാത്ത് ക്രീക്ക് എന്നിട്ട് 2 സ്ഥലം ഉണ്ടാവും. അപ്പോൾ മാറി കയറി കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും പോവും. അഖിൽ, ഇതേതാണ്ട് നമ്മുടെ കൊച്ചി മെട്രോ പോലെ തന്നെ. കൊച്ചി മെട്രോ കുറച്ചുകൂടെ ക്ലീനാ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച്. ഇതൊരു ഗോഡൗൺ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. സോംബിപ്പുറത്തിലൊക്കെ കാണാൻ ഇത് 2 ലൈൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ട്രെയിൻ ടു പുത്ര ഹൈറ്റ്സ് മാത്രമേ ഇത് കാണിക്കണേ. പുത്ര ഹൈറ്റ്സാ? അതാണോ ട്വിൻ ടവർ? അല്ല, ട്വിൻ ടവറിലേക്ക് ഉണ്ട് ഷോപ്പ്. അതാരോടെങ്കിലും ചോദിക്കട്ടാ. മലേഷ്യ അതെ, നമ്മളറിയില്ല. അവസാനം നമ്മൾ വേറെ വല്ല സ്ഥലത്തിട്ട് അവിടെ റൂം എടുക്കണ വല്ല വീഡിയോ കണ്ടിരും. ആസ് ഐ സെഡ്, നമ്മൾ പ്ലാറ്റ്ഫോം തെറ്റി കയറി. അതായത് അപ്പുറത്താണ് നമ്മൾ കയറേണ്ടിയിരുന്നത്, നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. അതെ, ഇറ്റ്സ് ഓക്കെ. അതേപോലെ എപ്പിസോഡ് മെട്രോ കയറുന്നത്. നിങ്ങൾ വിചാരിക്കട്ടെ ഇവരെന്ത് തന്ത വൈബാണ്, ഒരു മെട്രോ കയറുമ്പോൾ കയറാൻ പോലും അറിയില്ലേന്ന്. ഞങ്ങൾ ചിലത് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. നമ്മൾ വയസ്സായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പണ്ട് നമ്മൾ അച്ഛനും അമ്മയുടെ ഒക്കെ കൂടെ പോകുമ്പോൾ പറയും, ഇവരെന്താ റെസ്റ്റ് എടുക്കണം, ഇവരെന്താ കിടന്നുറങ്ങണം, ഇത് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ ഇങ്ങോട്ട് പോകണ്ടേ. എൻ്റെ അച്ഛനാണെങ്കിൽ 24 മണിക്കൂർ കിടന്നുറങ്ങണതാണ്. പക്ഷേ ഇപ്പം ഞാൻ നല്ല ഉറക്കാം. എനിക്കിപ്പോൾ വലിയ സ്വർണ്ണക്കനി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉറക്കം കളയാറില്ല സത്യം പറഞ്ഞാൽ. ഈ ചെറുക്കനും ഓട്ടെ, നമുക്ക് എസ്കലേറ്റർ കയറട്ടാ. എനിക്കൊന്നും വയ്യ അങ്ങോട്ട് പോവാൻ. മെട്രോ വന്നൂട്ടാ, പോവല്ലേ? ഇതന്നെയാ തോന്നുന്നുണ്ടല്ലേ? ഇതല്ലെങ്കിൽ നമ്മൾ മൂഞ്ചുണ്ടാ ഗൈസ്. നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലത് എങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കാൻ. എന്നാ പിടിച്ചോ. മെട്രോ ഒന്നും വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ആർക്കും അറിയില്ല ട്വിൻ ടവർ. അതല്ല, കേട്ടിട്ട് ഞങ്ങള് ചേട്ടന്റെ കൂടെ ഇറങ്ങാനോ ചേട്ടന്റെ കൂട്ടിൽ വന്നിട്ട്
ഇതേത് സ്ഥലം ട്വിറ്റർ നമുക്ക് ഇവിടെ പോവാം. ഇവര് ഫോഗ് ഇട്ടേക്കണതാണോ ഇത്? ഞാൻ വെച്ചത് സ്വിമ്മിംഗ് പൂളാന്ന് മേലെന്ന്. ഇത് വെള്ളല്ല ഗൈസ്. നമ്മള് എങ്ങനെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ട്വിൻ ടവർ ആണ് എന്താന്ന് അറിയില്ല. സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ട് കേട്ടോ. എന്റെ ദൈവമേ, നമ്മുടെ ഫോട്ടോ എന്തുസിയാസ്റ്റി കൈ അവസാനം കൈ എടുക്കാൻ പറ്റില്ല. അവിടുന്ന് കൈ എടുക്കാൻ നോക്കിയടാ. ഓക്കെ, അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി എത്തിയിരിക്കുകയാണ്. ഗായ്സ് ഇത് വർക്കാവുള്ള നമ്മളെ എടാ ഇത് വർക്കാവുള്ള എടാ പൊട്ടങ്ങളാമാരെ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോവണ്ടാത്ത സാധനം. അതെ ഓക്കെ ഓക്കെ, പുത്ര ഹൈറ്റ്സ് പോലെ തട്ടിയാ കിട്ടുമോ നോക്കണ്ട്. നന്നായി. മലേഷ്യ പോലീസ് സ്റ്റേഷനിൽ കാണാം നിങ്ങളെ. അതെ മാപ്പ് ഉണ്ടായിരുന്നു, നോക്കിട്ട് പോയിരുന്നില്ലേ? അതെ, ട്വിൻ ടവർ എന്ന് പറഞ്ഞത് വലിയൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് മാത്രം കാണാനല്ലോ. എന്ത് 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 ബാവാ ബാവാ എനിക്കറിയില്ല. വീട് മെട്രോ കയറാനാണ് അവര് എടാ അവര് പറഞ്ഞത്. വീട് മെട്രോയിൽ പോവാനായിരിക്കും കേട്ടോ. എക്സിറ്റ് വേറെ സ്ഥലത്തൂടെ ആണെങ്കിലോ മീറ്റേഴ്സ് അപ്പുറത്തോട്ടോ. ഒരു വ്യൂവിന് വേണ്ടി മാത്രമേ വീണ്ടും ഇന്റർ കൊടുക്കാൻ. അതല്ല ട്വിൻ ടവർ, അതിന്റെ അപ്പുറത്തെ മരം ഒളിച്ചു പൊളിച്ചു. അതുകൂടെ നടന്നിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങണ്ടേ? ഇറങ്ങാൻ സ്ഥലമുണ്ട്, ഇറങ്ങാൻ സ്ഥലമുണ്ട് അവിടെ. ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്തിനാ അവിടെ പോയിട്ട് ഇറങ്ങണേ? കണ്ടില്ല. How much ringgit to Petronas Tower? 20. ഓക്കെ. അതെ മെട്രോ ഒക്കെ നമ്മളെ കാണാൻ നമ്മൾ ടാക്സി എടുത്തുട്ടാ. അതെ പിന്നെ ഇവിടുത്തെ ടാക്സി എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഓ പിന്നെ ഇത് 20 റിങ്കിറ്റാണ് പറഞ്ഞത്. അതായത് 10 റിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 100 രൂപ. 200 രൂപ. 400 രൂപ. പക്ഷെ വേറെ എന്താണെന്നറിയോ, ഇവിടത്തെ സ്ഥലങ്ങൾ നടക്കുമ്പോ കുറച്ചുകൂടെ അടുത്താ. പക്ഷെ കാറിൽ പോകുമ്പോ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ എടാ ഇതൊക്കെ നമ്മൾ ഇന്നലെ എടാ ഇത് നമ്മുടെ എനിക്കറിയാൻ പാടില്ല. നമ്മൾ പറ്റിക്കപ്പെട്ടു തോന്നുന്നുണ്ട് ഗൈസ്. എത്ര റിങ്കിറ്റാ? ആള് ഫോട്ടോ എടുത്തു തരാന്നാണ് പറയണത്. 20. ആ പിന്നെ ഞങ്ങൾക്ക് എടുക്കാറിയാ ചേട്ടാ. താങ്ക് യു. ദിസ് ഈസ് പെന്റ് ഹൗസ്. അല്ല പക്ഷെ പെന്റ് ഹൗസ് അല്ല. അതെ നമ്മൾ ആക്ച്വലി പറ്റിക്കപ്പെടാണ്. ഇവര് 20 റിങ്കിറ്റിൽ 4 ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞു. 20 റിങ്കിറ്റാണ് 200 രൂപ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇനി ഇവിടെ വന്നിട്ടൊന്നും ചെലവായിട്ടില്ല. ചേട്ടാ ഇവിടെ സ്മോക്ക് എഫക്റ്റ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ ചേട്ടാ. നോക്കേ അത് കൊള്ളാം. ഇതിപ്പോ നമുക്ക് എടുക്കാവുന്നുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. ഓ ഓ പോസ് കരോ. വേണ്ട ചേട്ടാ സ്മോക്ക് എഫക്റ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ പൊള്ളി. അടുത്ത ലൈക്ക് ഇങ്ങനെ അടുത്തല്ലേ. അതെ ഓൺലി ഓൺലി പ്ലസ് പോയിന്റ് ഹി ഹാസ്. ഓക്കെ ഓക്കെ ഇനി അതിൽ ഏത് ഫോട്ടോ വേണ്ടെന്ന് പറയും. നോക്കോ ഇവിടെ ഇതില് കാർ വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഇടിപ്പിച്ചാലോ? എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ എന്നാ ലൈക്ക്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, എടാ ഈ കാറൊക്കെ വേണേ കളയാക്കില്ല ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല മൊത്തത്തിൽ അവന് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ക്യാമറയിലൊന്നും വീഡിയോ എടുക്കുവോ? അവനാണെങ്കിൽ അവനില്ലാത്ത പോസ് ഇല്ല. ഫുൾ ട്വിറ്ററിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കുന്നു, കാല് നീട്ടുന്നു. അഖിലയുടെ ഇവിടെ കേട്ടത് ഫോട്ടോ എടുക്കണം. അഖിൽ ഇവിടുത്തെ ആ ജോലി
നമ്മളിത് ട്വിൻ ടവറിന്റെ അടി കൂടെയാണ് നടക്കണത്. ഓക്കെ, സോ അഖിൽ ഓക്കെ, സോ അഖില് എന്നെ ഉപേക്ഷിച്ച പോലെയാണ് നടത്തൊക്കെ കേട്ടോ. ഫോട്ടോ എടുത്ത് തരാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖം കാണിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? അതായത് ഇവരങ്ങനെയാ, ഫോട്ടോ എടുക്കുമ്പോൾ മുഖം കാണരുത്, എല്ലാത്തിനും തിരിഞ്ഞിക്കും. നോക്കട്ടെ അഖിലെടുത്ത ഫോട്ടോ. ഇവരാ പെണ്ണുങ്ങളെ പിന്നെ ഇവിടെ ഈശ്വര നല്ല നല്ല ഭംഗിയുള്ള പെൺപിള്ളേരുണ്ട് കേട്ടോ. ആക്ച്വലി എന്താണ് കമന്റിൽ ആൾക്കാരത് തല്ലുന്നില്ലേ? മലേഷ്യയിലെ വിയേർഡസ്റ്റ് കപ്പിൾ എല്ലാവരും ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ ട്വിൻ ടവർ എന്നുള്ള ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ചെക്ക് ലിസ്റ്റാ? ബക്കറ്റ് ലിസ്റ്റിലെ ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്തു. ഓക്കെ, തിരിച്ച് നമ്മൾ മെട്രോ പിടിക്കണ്ടെന്ന് ആലോചിച്ചു. കാരണം മെട്രോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്താൻ പോകുന്നില്ല എന്നറിയാം. ടാക്സി തന്നെ. അതെ, പിന്നെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവല്ലോ, നമ്മുടെ മാംഗോയിലെ ചേട്ടന്മാർ അവര് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് രാത്രി ഇതേപോലെ ഒന്ന് കറങ്ങാൻ പോവാന്ന്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നെറ്റില്ലാത്തോണ്ട് ഹോട്ടലിൽ എത്തിയാലാണ് നമുക്ക് അറിയുള്ളൂ അവർ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ചെറിയ റീൽ എടുക്കുന്നുണ്ട്, അത് കാണാം പ്ലീസ്. അത് നിങ്ങൾ ഹിറ്റ് ആക്കി തരണം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങി. ഇനി അതെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുത്തെ ചേട്ടന്മാരെ നമുക്കൊന്ന് ചോദിക്കണം. ചേട്ടന്മാരെ നമ്മളൊന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. അഖില അടുത്തത് ട്രൈ ചെയ്യാൻ പോണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇത് എന്തുട്ട് ഇവര് ഓൺ സ്പോട്ട് അത് വറുത്ത് തരും തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതേപോലെ ബ്രോക്കലി ഒക്കെ കഴിക്കാൻ കുഴപ്പമില്ല. നമുക്കാണോ? അല്ലല്ലോ, അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനാവുന്നുണ്ട്. നമ്മുടെ അവിടെ ആവുന്നുണ്ട്. എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ. എക്സ്പ്ലോർ ചെയ്യുക. അതിന്റെ വയറ് അവസാനം നിന്നെ പറയും. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഞാനും കുറച്ച് എക്സ്പ്ലോർ കാണിച്ചു തരാം ഹോസ്പിറ്റലിൽ നിന്ന്. നമ്മുടെ വയറിടക്കൊക്കെ മലേഷ്യ പോണ്ടേ? വയറിന്ന് ഇതിന്റെ പേരെന്താണ്? സാത്തേ. സാത്തേ സാത്തേ കഴിക്കട്ടോ. ചൂടാ ചൂടാ. ഒരു ഓൾമോസ്റ്റ് 65ന്റെ വേറെ രൂപ ആവും. സ്വീറ്റ് ആണല്ലോ. സ്വീറ്റ് ചിക്കൻ ആട്ടാ. സൂപ്പർ സൂപ്പർ. മലേഷ്യ പോയാലും സിംഗപ്പൂർ വലിയ കഴിക്കാൻ പോണത് ഇഡ്ഡലി ചട്നി. നാട്ടിലല്ലേ ഇപ്പൊ താമസിക്കണേ, അവിടെ നിന്ന് ഇതൊക്കെ കഴിക്കണ്ടേ? ശരിയാക്കി തരണ്ടേ? സുജിത്ത് പറഞ്ഞു ഇത് ഓക്കെയാണ്, അതുകൊണ്ട് കഴിക്കും. ഇല്ല, ഒക്കെ പോയി. ഫുഡിന്റെ കാര്യത്തില് അഖില് വിശ്വസിച്ചില്ല. അഖിൽ എല്ലാം കഴിക്കും. നീ ഒരെണ്ണോടി വേണം പറയട്ടാ. ഇല്ല, വേണ്ട. മീൻസ് എനിക്ക് ചിക്കൻ സ്വീറ്റ് ഇഷ്ടമല്ല, എരി വേണം. കടയ്ക്ക് വരെ മോശം. മലായി മസാജിന് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മേ. അതായത് നമ്മൾ നടന്ന് കാലൊക്കെ നല്ല വേദന ഉള്ളപ്പോൾ ഇതേപോലെ ഒരു പരിപാടി നമുക്ക് ചെയ്ത് നല്ലതായിരിക്കും. എപ്പോഴും എനിക്കാണല്ലോ ആദ്യം കിട്ടണത്. അത് വാട്ട്സ് യുവർ എക്സ്പെക്ടേഷൻ? നല്ല എക്സ്പെക്ടേഷൻ ആണ്. കാരണം ഫുഡ് മസാജ് ആരാ ഫുഡ് മസാജ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ? സുജിത്ത് എന്ത് പറയുന്നു? സുജിത്ത നീ പേടിക്കണ്ട, വേറെ ഒന്നും ചെയ്യില്ല. എന്താണ് സുജിത്ത്? എന്താണ്? അയ്യോ, എന്താക്കില്ലേ? അല്ല അവിടെ ക്ലിയർ വേണമെന്ന് പറയാം, നമുക്കൊന്നും ക്ലിയർ.
ഒരു ശീലായല്ലോ. എനിക്ക് നല്ലൊരു ചേച്ചിയാണ് പാവം. നിന്റെ തെറി വിളിക്കവര് മനസ്സിലാവണ്ട. ആക്ച്വലി നല്ല റിലാക്സേഷൻ ഉണ്ട് കാലിന്. നല്ല ഞാൻ പറഞ്ഞല്ലോ, ഒന്നേ കാല് വാടകയ്ക്ക് എടുത്ത് വരണം, അല്ലെങ്കിൽ എന്റെ പെൺകൊച്ച് നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ അടിപൊളി പ്രഷർ ഇട്ട് ചെയ്താൽ മതി. പുള്ളിക്കാർക്ക് നല്ല 4 arms ഉണ്ട് കണ്ട. അല്ല എനിക്കല്ല, കുട്ടിക്ക്. ഞാൻ ഉറങ്ങിയ ഗൈസ്, ഇത് നല്ലൊരു ഐഡിയ ആണ്. അതിൻ്റെ അകത്തുനിന്ന് കാറ്റ് വരുമ്പോൾ അതൊരു ഫാനാക്കി മാറ്റിയാൽ മതി. നല്ലൊരു ലോങ് വാക്ക് കഴിഞ്ഞിട്ട് ഒരു മസാജ് എപ്പോഴും നല്ലതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ വ്ളോഗിൽ പറയുന്നു കാല് വാടകയ്ക്ക് എടുത്ത് വരണമെന്ന്. ഈ വെള്ളം നമുക്ക് എടുക്കാലോ, വെള്ളം ഇവിടെ ഫ്രീ അല്ലേ. അതായത് നമ്മൾ റൂമിൽ ഒരു ദിവസം 2 ബോട്ടിൽ, അതായത് ഇങ്ങനത്തെ 2 ബോട്ടിൽ മാത്രം ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിന് നല്ല പൈസ കൊടുക്കും. സോ വെള്ളം എവിടെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണോ അവിടെ വെള്ളം എടുത്ത് വെക്കാം. അത് കണ്ട ഡമാസ്കസ്. ഇവിടെ സമയം എന്താണെന്നറിയോ? രാത്രി 2-2:30 ആയി. സ്റ്റിൽ ഇവിടെ ക്യൂ ആണ്. അതെ, അവിടെ ഭയങ്കര ക്യൂ. അതായത് ഇവിടുത്തെ ഷവർമ ഭയങ്കര ഫേമസാ. അതെ, ഇത്ര നേരമായിട്ടും. പക്ഷെ ഭാഗ്യത്തിന് ഇത്ര ആൾക്കാരുള്ളൂ. അവിടെ ആക്ച്വലി 200 പേരൊക്കെ അറ്റ് എ ടൈം ക്യൂ ഉണ്ടാവുന്ന പറയണേ. അവിടെ ഉണ്ടോ? അതെ, സുജിത്തിന്റെ കാല് കാണിക്കാൻ. സുജിത്തെ കാല് എങ്ങനെയാ? അത് അറബ് സ്ട്രീറ്റാ. അയ്യോ, ഇവിടെയായിരുന്നു ഞാൻ ആദ്യം വരേണ്ടിയിരുന്നേ. റെഗുലർ ഷവർമ 1 എനിക്കില്ലേ? നിനക്ക് വേണ്ട. 2 റെഗുലർ ഷവർമ, ചിക്കൻ ടേക്ക് അവേ. സാധാരണ എനിക്ക് പൊതുവെ ഷവർമ ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല നാട്ടില്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. ബാ ഷവർമ നോക്ക്. ഷവർമ നോക്കാം. ഹലോ, അതൊക്കെ ദുബായിട്ടാ. എക്സ്ക്യൂസ് മീ. എന്നാലും നമ്മൾ ദുബായിലല്ലോ. പിങ്ക് അതിന്റെ കളറ് പീച്ച് കളർ നല്ല രസമുണ്ട്. ആക്ച്വലി ഈ സ്ട്രീറ്റ് ഇഷ്ടമായി. ഇന്നാണ് നമ്മുടെ മലേഷ്യയുടെ ലാസ്റ്റ് നൈറ്റ് ഗൈസ്. ഇന്നാണ് ഞാൻ ഇവിടെ വന്നേ. അയ്യോ, കഴിച്ചിട്ട് പോണോ അതോ എന്താ? സൂപ്പർ. ഞാൻ ഷവർമ കഴിക്കാത്ത ആളാ. പക്ഷെ എല്ലാവരും മലേഷ്യ വരുമ്പോൾ ഇവിടുത്തെ ഷവർമ എന്തായാലും ട്രൈ ചെയ്യണം. ഒരു രക്ഷയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് നൈറ്റ് ഇൻ മലേഷ്യ. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇത് ഇഷ്ടം. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഷവർമ കിട്ടി, നല്ല സ്ട്രീറ്റ് കണ്ടു, നല്ല മസാജ് കിട്ടി. ആൻഡ് നമ്മുടെ ബാംഗ്ലൂരിലെ ചേട്ടാ ഒരു ബൈ പറയും. അപ്പോൾ നമ്മള് ലാസ്റ്റ് നൈറ്റ് ഇൻ മലേഷ്യ. നാളെ നമ്മള് ഇവിടുന്ന് 12 മണിക്ക് ചെക്കൗട്ട് ആവും. നമുക്ക് എപ്പോഴാണ് ഫ്ലൈറ്റ്? നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യും. സോ അത്രേ ഉള്ളൂ ഗൈസ്. സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.